Hello, good morning. Welcome to Meal Prep Tuesdays. സോ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോക്കൽസ് പച്ചടി പോയി കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം മേടിച്ചു. സോ ഇതെല്ലാം വെച്ചിട്ട് ഓൾസോ ഫ്രിഡ്ജിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇന്നത്തെ ഫുൾ മീൽ പ്രെപ്പ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ആദ്യം സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ. അത് വെച്ചിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം എന്തൊക്കെ ഇന്ന് ഉണ്ടാക്കാം, എന്തൊക്കെ ഈ വീക്കിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. മേടിച്ച സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. ഇന്ന് വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. ഇത് അണിയൻ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഈ സാലഡ് വെജീസ് മേടിച്ചു. അപ്പം എന്തെങ്കിലും റാപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇടാം. പിന്നെ കുറച്ച് ടൊമാറ്റോ പാസ്ത, ഇതൊക്കെ തീർന്നുകൊണ്ടാണ്. മാംഗോ സീസൺ ആയതുകൊണ്ട് 2 മാങ്ങ മേടിച്ചു. പിന്നെ കുറച്ച് നട്ട്സ്, ഡേറ്റ്സ്, തേങ്ങ. എനിക്ക് ഫ്രോസൺ തേങ്ങ കിട്ടിയില്ല, അതുകൊണ്ട് ഡെസിക്കേറ്റഡ് മേടിച്ചു. പിന്നെ വീണ്ടും പാസ്ത, സ്പെഗറ്റി, ഓട്സ്. പിന്നെ കുറച്ച് വെജീസാണ്. പംകിൻ, കൊറിയാൻഡർ, ക്യൂക്കുംബർ ചുമ്മാ ഹമ്മസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ്. സ്വീറ്റ് പൊട്ടാറ്റോ, നമ്മുടെ ചെറി ടൊമാറ്റോ മേടിച്ചുകൊണ്ട് സാധാരണ ടൊമാറ്റോ മേടിച്ചില്ല. ആൻഡ് കുറച്ച് ബ്രസൽസ് സ്പ്രൗട്ട്സ്, ഇത് എയർ ഫ്രയറിലിടാം. സെയിം വിത്ത് വെണ്ടയ്ക്ക, ഇതും വേണമെങ്കിൽ എയർ ഫ്രയറിലിടാം. എന്ത് വെണ്ടയ്ക്ക ഇത് എയർ ഫ്രയറിലിടാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നോർമലായിട്ട് സോട്ടേ ചെയ്തെടുക്കാം. ആകപ്പാട് ഞാൻ പുതിയതായിട്ട് മേടിച്ചത് 2 ഫിഷ് ഐറ്റംസ് ആണ്. സോ ഈ ഫിഷ് ഐറ്റം വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഇല്ല. പ്രോൺസ് മേടിച്ചിട്ടുണ്ട്, കുക്ക്ഡ് പ്രോൺസാ. സോ ഹോപ്പ്ഫുള്ളി മേ ബി മറ്റേ ഫ്രൈഡ് റൈസ് ഒക്കെ പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് സ്റ്റർ ഫ്രൈ ചെയ്ത് കൊടുക്കാം പിള്ളേർക്ക് വേണ്ടിയിട്ടാട്ടോ. കാരണം ലിജോ ഫിഷ് കഴിക്കില്ല. സോ അതുകൊണ്ടാണ് പൊതുവെ ഇവിടെ ഫിഷ് മേടിക്കാത്തത്. പിന്നെ നമ്മുടെ ബാസ മേടിച്ചു. എനിക്ക് അറിയില്ല നല്ലതാണോ എന്ന്. സാമണിനൊക്കെ ഭയങ്കര വിലയായിരുന്നു, അതുകൊണ്ട് ബാസ മേടിച്ച് ട്രൈ നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ പിള്ളേർക്ക് കൊടുക്കാം. ഇപ്പം മീൽ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫ്രിഡ്ജ് ഇസ് ഓൾമോസ്റ്റ് എംറ്റി. സോ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. എൻ്റെ സിസ്റ്ററിലും ഉണ്ടാക്കി തന്ന കപ്പയും ചിക്കൻ കറിയാണ്. നല്ല വിശപ്പുണ്ട്, അപ്പോൾ എന്തായാലും അത് കഴിക്കട്ടെ. പിന്നെ എന്താ, മുട്ടയുണ്ട്. സോ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. പിന്നെ അയ്യോ ലിജു ഇന്നലെ മാങ്ങ മേടിച്ചായിരുന്നു, അറിഞ്ഞില്ല, അല്ലേ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇത് അവക്കാഡോ. ഓക്കെ, കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ട്, അതെടുക്കാം. ക്യാരറ്റ് വെച്ചിട്ടൊരു ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാം. എന്താ ഡീല് എം ടി ചെയ്യാം. സോ എന്തായാലും ഏറ്റവും ടൈം എടുക്കുന്ന സാധനം ആദ്യം തന്നെ ചെയ്യാം. ദൂരം ആലു കറി ആദ്യം ഉണ്ടാക്കാം. സോ ആലു കറി ഉണ്ടാക്കാനായിട്ട് 3 ആലു എടുക്കാം. 3 ആലു എടുക്കാം. ഒരുപാട് കോളിഫ്ലവർ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രീസർ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് കോളിഫ്ലവർ ഇരിപ്പുണ്ട്. സോ ഒരു ദിവസത്തേക്ക് ആലു ഗോബി ഉണ്ടാക്കാം. സോ അത് ഒരു ദിവസത്തെ മീൽ. ബാക്കി ഒരു ദിവസത്തേക്ക് ജസ്റ്റ് ആലു ഇങ്ങനെ നമ്മൾ പൊട്ടാറ്റോ ഇങ്ങനെ ഒരു നമ്മുടെ മസാല ദോശയ്ക്കൊക്കെ കറി ഉണ്ടാക്കില്ലേ, അതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ എടുത്ത് കഴിക്കാം. ഒന്നും അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല, എല്ലാം കുറച്ച് കുറച്ച് ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് കഴിച്ചും മടുക്കില്ലല്ലോ. ഫുൾ വീക്ക് ഒരേ സാധനം കഴിക്കണ്ട. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കൊറിയാൻഡർ ആൻഡ് മിൻറ്റ് ചട്നിയാണ്. ഇത് നമ്മുടെ തേങ്ങയൊക്കെ ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ ഇത് നമുക്ക് ബ്രെഡിൻ്റെ ഒക്കെ കൂടെ ഒരു സ്പ്രെഡായിട്ട് കഴിക്കാം, ഒരു ചട്നി പോലെ. മീൽ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും എപ്പോഴും മറക്കാതെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പിള്ളേർക്കുള്ള പാസ്ത സോസ്. സോ ഞാൻ മുമ്പ് കാണിച്ചിട്ടുമുണ്ട്, റോസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്ന് ഞാൻ ഇട്ടേക്കുന്നത് പംകിൻ, സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് ക്യാരറ്റ്. ഇതെല്ലാം കൂടെ ഒന്ന് അവനിൽ കയറ്റി റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഇനി പെട്ടെന്നൊരു നട്ട്സ് ബോളാണോ ബാറാണോ എന്ന് വിളിക്കണമെന്ന് അറിയില്ല, കാരണം ഇന്ന് ബോളാക്കാൻ പോകുന്നില്ല, ഒരു ബാർ ഷേപ്പിൽ എടുക്കാൻ പോവാണ്. സോ നട്ട്സ് ഒക്കെ വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബാർ ഉണ്ടാക്കാം. സോ ഇതൊരു എനർജി ബാർ പോലെ നമുക്കൊരു ഹെൽത്തി സ്നാക്കായിട്ട് കഴിക്കാവുന്ന സാധനമാണ്. അല്ല, ഞാനിങ്ങനെ പൊതുവെ നട്ട്സ് ഒന്നും അത് കഴിക്കാറില്ല. ഇങ്ങനെ ബാറായിട്ട് വെച്ചാൽ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഒരു ക്വിക്ക് ഒരു ഷുഗർ ഫിക്സിനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ക്വാണ്ടിറ്റി ഒന്നുമില്ല കേട്ടോ. എല്ലാം ഒരു ഏകദേശം 1/2 കപ്പ് വെച്ച്. ഇത് കുറച്ച് ഹെംപ് സീഡാണ്, ഒരു 1 tablespoon. Some chia seed, 1-2 tablespoon.
പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ആണ് ഇതിന് മധുരം തരുന്നത്. സോ ഡേറ്റ്സ് ഇടാം. തൊട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇടാം ടു മേക്ക് ഇറ്റ് ചോക്ലേറ്റി. little bit of peanut butter. 2 tablespoons maybe. എല്ലാം കൂടെ അടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത് നല്ലപോലെ ഇങ്ങനെ അടിഞ്ഞു കഴിയുമ്പോഴത്തേനും ഇതുപോലെ പൗഡർ ആവും. പക്ഷെ നമുക്ക് ഈ സ്റ്റേജ് അല്ല വേണ്ടിയതാ, ഇതിലും കുറച്ചുകൂടെ തിക്കാവണം. So just trust the process and keep grinding. അവസാനം ഞാൻ കുറച്ച് ഹണിയും കൂടി ഇട്ടു, ഇത് മൊത്തം ഒന്ന് സ്റ്റിക്കി ആവാനായിട്ട്. കാരണം സ്റ്റിക്കി ആയാലേ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിരിക്കുള്ളൂ. കുറച്ച് പഴകിയ ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. പഴകിയെന്ന് പറയാൻ കുറച്ച് നാളായിട്ട് ഫ്രിഡ്ജിലിരുന്ന ക്യാരറ്റ്. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഒരു ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇത്ര കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ചോപ്പറുള്ളതാണ് കേട്ടോ. വർക്ക് ഹാർഡർ നോട്ട് സ്മാർട്ടർ എന്നാണല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ മെസ്സായിട്ട് കൊടുക്കുന്നതായിട്ട് ഇരിക്കാനേ വൃത്തിയാക്കിയിട്ട് ബാക്കി. സോ ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് മീൽ പ്രെപ്പിന്റെ ഭാഗമായിട്ട് ഇത് ആലു ഗോപിക്കുള്ള സാധനങ്ങളാണ്. സോ ഇത് കണ്ടാൽ അറിയാം എല്ലാം റോ തന്നെയാണ്. ഈ ഗോബി ഫ്രോസൺ കോളിഫ്ലവർ ആണ്. അതാണ് ഞാൻ പിന്നെ പുറത്തോട്ട് എടുത്ത് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് വെച്ചത്. പിന്നെ നമ്മുടെ പൊട്ടേറ്റോ. സോ പൊട്ടേറ്റോയും കോളിഫ്ലവറും കൂടെ ചേർത്ത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കി. പിന്നെ ബ്രസൽ സ്പ്രൗട്ട്സ് അതും ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വേറൊരു പാത്രത്തിലുണ്ടാക്കി. സോ ഇത് കുറച്ചുകൂടെ ഫ്രഷ്നെസ് നിൽക്കാനായിട്ട് ഞാനൊരു പേപ്പർ ടവൽ ഇതിലോട്ട് ഇങ്ങനെ വെക്കുകയാണ്. സോ എന്തെങ്കിലും ഒരു മോയ്സ്ചർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പേപ്പർ ടവൽ അതങ്ങ് അബ്സോർബ് ചെയ്തോളും. വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റോ ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. സോ ഞാൻ ഉണ്ടാക്കുമ്പം ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് പിന്നെ മസാലകളെല്ലാം ഇട്ട് അപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കി വെക്കണ്ട, എന്നാലും ഈ ഒരു ബുദ്ധിമുട്ടില്ല. സോ ഇത് മൂന്നും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇതൊരു 3 ദിവസത്തേക്കായി, ഇത് 2 ദിവസത്തേക്കുള്ള മീലായിട്ടുണ്ട്. ഒരു ദിവസം ആലു ഗോപി എടുക്കാം, ഒരു ദിവസം വെണ്ടയ്ക്ക ആൻഡ് ബ്രസൽ സ്പ്രൗട്ട്സ് എടുക്കാം. ബ്രസൽ സ്പ്രൗട്ട്സ് ഒരു മീലായിട്ട് പറ്റില്ല, ഒരു കറിയായിട്ടൊന്നും പറ്റില്ല. പിന്നെ നമ്മുടെ തോരനും എല്ലാം ഉണ്ടല്ലോ. യെസ്, ഇന്നത്തെ മീൽ പ്രെപ്പ് ഇതൊക്കെയാണ്. തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെജീസ് എല്ലാം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാസ്തയ്ക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മസാല എനിക്കിനിയും നമ്മുടെ മുട്ടക്കറിക്കും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആലു നമ്മൾ മാഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ, മറ്റേ പൊട്ടേറ്റോ ഒരു സ്പ്രെഡ് പോലെ ഉണ്ടാക്കാനായിട്ട്, അതിനും കൂടെ യൂസ് ചെയ്യാം എന്ന് തോന്നുന്നു. ഇവിടെ ആലു കറി ഇങ്ങനെ ഇരിക്കും നമ്മുടെ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട്. ഇതാ ഇനിയിപ്പോൾ ഇത് മൊത്തം മിക്കവാറും എടുക്കില്ല. ഞാൻ ഒരു പകുതി ഫ്രീസറിലാക്കി വെച്ചിട്ട് ബാക്കി പകുതി ആയിരിക്കും ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളുമല്ലോ. ആദ്യം ഇതൊന്ന് കഴിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുത്തുകയാണെങ്കിൽ വരുത്തിയിട്ടാണ് ബാക്കി ഞാൻ ഫ്രീസറിൽ വയ്ക്കാൻ പോകുന്നത്. അപ്പം യെസ്, ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ജസ്റ്റ് ഒരു പ്രശ്നം മാത്രം, ഞാൻ വിചാരിച്ച പോലെ ആ മസാല മുട്ടക്കറിക്കും കൂടെ കിട്ടിയില്ല. എൻ്റെ തന്നെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് കുറച്ച് എക്സ്ട്രാ കറി
ഉണ്ടാക്കിയിട്ട് മസാല ഉണ്ടാക്കിയിട്ട് അത് പിന്നെ മുട്ടക്കറിക്ക് എടുത്താൽ മതിയായിരുന്നു. മണ്ടത്തരമായിപ്പോയി, കാരണം സെയിം മസാലയാണല്ലോ, അപ്പോൾ കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കിയാൽ 2 കറിക്ക് യൂസ് ചെയ്യാം. മണ്ടത്തരമായിപ്പോയി, കാരണം മുട്ടക്കറി മൈൻഡിൽ പ്ലാനും ഉണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ എക്സ്ട്രാ എടുത്തില്ല. സോ അത് മണ്ടത്തരമായിപ്പോയി. പക്ഷേ ഇറ്റ്സ് ഓക്കെ എനിവേസ്. സോ ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് വിചാരിച്ച സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, മുട്ടക്കറി ഒഴിച്ച്. പക്ഷേ കുഴപ്പമില്ല, ബാക്കി കറികളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോഴേ ഉണ്ടാക്കണ്ട. ഇപ്പോൾ സമയം 2 മണി. ഞാനത് സ്റ്റാർട്ട് ചെയ്തത് ഒരു 11:30 അപ്പോൾ 2.5 മണിക്കൂർ എടുത്തു ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട്. ഞാൻ പൊതുവേ കുറച്ച് സ്ലോ ആണ് കുക്കിങ്ങിനൊക്കെ, അതുകൊണ്ടാട്ടോ ഇത്ര ടൈം എടുത്തത്. ചിലവർക്ക് ഇത്ര ടൈം എടുക്കില്ല, എന്നാലും കുഴപ്പമില്ല. ബിക്കോസ് എനിക്കിത് ഡെയിലി ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഞാൻ ചെയ്യത്തുമില്ല. അപ്പം ഈ മേടിച്ച സംഭവങ്ങളെല്ലാം വേസ്റ്റും ആകും. പിന്നെ നമ്മളതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കാര്യം പിന്നെ കഴിക്കില്ല. സോ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാണ്ടാകും. പിന്നെ എളുപ്പത്തിലുള്ള എന്തെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുക, അങ്ങനെ ഒരു പരിപാടിയിലോട്ട് മാറും. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പ്രെപ്പ് ചെയ്ത് വെച്ചത്. സോ ഇനിയിപ്പം ബാക്കി റെസ്റ്റ് ഓഫ് ദ വീക്ക് വളരെ എളുപ്പമാകും. ഈ ഒരു കാര്യം, ഈ ഒരു 2.5 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എല്ലാ ആഴ്ചയും ഇല്ല കേട്ടോ, ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴേ വരാറുള്ളൂ. കാരണം ഈ ആഴ്ച ഇപ്പോൾ ഇത് ഇത്ര ഉണ്ടാക്കിയിട്ട് അടുത്ത ആഴ്ച ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ബാക്കിയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ വെച്ച് അടുത്ത ആഴ്ച അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയായിരിക്കും ഇതുപോലൊരു കുക്കിംഗ് വീണ്ടും ചെയ്യുന്നത്. സോ അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. അപ്പോൾ ഐ എം ക്വൈറ്റ് ഹാപ്പി വിത്ത് ഹൗ പ്രൊഡക്റ്റീവ് ദ ഡേ വാസ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.